Good evening, students. Today I am going to take the continuation of the chapter 3. The topic is step deviation method. Step deviation method. Okay, what is step deviation method? In step deviation method, deviations from assumed mean are divided by a common factor to get step deviations. അതായത് സ്റ്റെപ്പ് ഡീവിയേഷൻസ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഡീവിയേഷൻസ് ഫ്രം അസ്യൂംഡ് മീൻ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു അസ്യൂംഡ് മീൻ, നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ ഒരു അസ്യൂംഡ് മീൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ദെൻ ഈ അസ്യൂംഡ് മീനും ഈ ഡീവിയേഷൻസും തമ്മിലുള്ള, അതായത് അസ്യൂംഡ് മീനിൽ നിന്നുമുള്ള ഡീവിയേഷൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പഠിച്ചായിരുന്നു അല്ലേ? സമ്മേഷൻ ഓഫ് ഡി നമ്മൾ കണ്ടത് എങ്ങനെയായിരുന്നു? എക്സ് മൈനസ് എ വെച്ച് നമ്മൾ കണ്ടു അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു? കോമൺ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആർ ഡിവൈഡഡ് ബൈ കോമൺ ഫാക്ടർ ടു ഗെറ്റ് സ്റ്റെപ്പ് ഡീവിയേഷൻസ്. സ്റ്റെപ്പ് ഡീവിയേഷൻസ് കിട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം ഒരു അസ്യൂംഡ് മീൻ എടുക്കുന്നു. ആ അസ്യൂംഡ് മീനിൽ നിന്നുള്ള ഡീവിയേഷൻസ് എങ്ങനെ എടുക്കുന്നതെന്ന് ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പം ഫസ്റ്റ് നമ്മൾ എന്തെടുക്കുന്നു? ഡി ഈക്വൽ ടു എക്സ് മൈനസ് എ, ദാറ്റ് ഈസ് അസ്യൂംഡ് മീനിൽ നിന്നുമുള്ള ഡീവിയേഷൻസ് നമ്മൾ എടുക്കുന്നു. ദെൻ ഡിവൈഡഡ് ബൈ കോമൺ ഫാക്ടർ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? കോമൺ ഫാക്ടർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡിൻ്റെ ഫോർമുല എന്നൊന്ന് നോക്കിയേ. അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ ഓഫ് ഡി ഡാഷ് ബൈ എൻ ഇൻറ്റു സി. സി എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഫാക്ടറാണ്. എ എന്ന് പറയുന്നത് എന്താണ്? അസ്യൂംഡ് മീൻ. ഇനി സമ്മേഷൻ ഓഫ് ഡി ഡാഷ് എന്ന് പറയുന്നതാണ് സം ഓഫ് സ്റ്റെപ്പ് ഡീവിയേഷൻ. സ്റ്റെപ്പ് ഡീവിയേഷൻ്റെ സമ്മാണ് എന്തെന്ന് പറയുന്നത്? സമ്മേഷൻ ഓഫ് ഡി ഡാഷ് എന്ന് പറയുന്നത്. ദെൻ എൻ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നു? ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഡി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എക്സ് മൈനസ് എ, ദാറ്റ് ഈസ് ഡീവിയേഷൻ ഓഫ് വേരിയബിൾ ഫ്രം അസ്യൂംഡ് മീൻ. അസ്യൂംഡ് മീനിൽ നിന്നുമുള്ള വേരിയബിളിൻ്റെ ഡീവിയേഷൻസ്. ഓക്കെ, ദെൻ ഡി ഡാഷ് കാണുന്നു. ഡി ഡാഷ് കാണുന്നത് എങ്ങനെയാണ്? എക്സ് മൈനസ് എ ബൈ സി. നമ്മൾ ആദ്യം കണ്ടുവെക്കുന്ന എക്സ് മൈനസ് എയുടെ കൂടെ നമ്മൾ ഇതിൻ്റെ എന്ത് ചെയ്യുന്നു? ഒരു കോമൺ ഫാക്ടർ എടുക്കുന്നു. ആ കോമൺ ഫാക്ടർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? ഡി ഡാഷ് ഈക്വൽ ടു എക്സ് മൈനസ് എ ബൈ സി. ഓക്കെ, ദാറ്റ് ഈസ് സ്റ്റെപ്പ് ഡീവിയേഷൻ. അതിന് നമുക്ക് എന്തെന്ന് പറയാം? സ്റ്റെപ്പ് ഡീവിയേഷൻ എന്ന് പറയാം. ഇനി അടുത്തത് എന്താണ്? സമ്മേഷൻ ഓഫ് ഡി ഡാഷ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് ഓരോന്നിൻ്റെയാണ് നമ്മൾ കാണുന്നത് അല്ലേ? ഇനി എന്താ? സമ്മേഷൻ ഓഫ് ഡി ഡാഷ്. സമ്മേഷൻ ഓഫ് ഡി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോ ഡി ഡാഷിൻ്റെ സമ്മ് നമ്മൾ കാണുന്നു. അതാണ് പറയുന്നത് സം ഓഫ് സ്റ്റെപ്പ് ഡീവിയേഷൻസ്. ഓക്കെ, ഇനി സി എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഫാക്ടർ. സി എന്താണ്? കോമൺ ഫാക്ടർ. നമ്മളൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ദെൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വെൻ ഡീവിയേഷൻ ഫ്രം അസ്യൂംഡ് മീൻ ആർ ഡിവിസിബിൾ ബൈ എ കോമൺ ഫാക്ടർ. എന്താണ്? സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? only when deviations from assumed mean are divisible by a common factor. കോമൺ ഫാക്ടറിൻ്റെ ഡിവിസിബിൾ ആയിരിക്കണം എന്തെങ്കിലും അസ്യൂംഡ് മീനിൽ നിന്നും എടുക്കുന്ന ഡീവിയേഷൻസ് കോമൺ ഫാക്ടറിൻ്റെ ഡിവിസിബിൾ ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റൂ? സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കാൽക്കുലേറ്റ് ദ അരിത്തമെറ്റിക് മീൻ ഓഫ് ദ മാർക്സ് ബൈ ദ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് മാർക്സിൻ്റെ അരിത്തമെറ്റിക് മീൻ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ചെയ്ത് സെയിം എക്സാമ്പിൾ, അതിൻ്റെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടാബുലർ കോളം വരയ്ക്കുമ്പം ആദ്യം സ്റ്റുഡൻസ് നമ്മൾ എഴുതുന്നു. ഓക്കെ, സ്റ്റുഡൻസ് എഴുതി എ ബി സി ഡി അപ് ടു ജെ വരെ എഴുതി. ദെൻ ഏറ്റവും താഴെ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ആയ എൻ ഈക്വൽ ടു 10 എന്ന് എഴുതുന്നു. ദെൻ നെക്സ്റ്റ് സെക്ഷൻ എന്താണ്? മാർക്സ്, ദാറ്റ് ഈസ് എക്സ്. മാർക്സ് നമ്മൾ അതുപോലെ എഴുതുന്നു. അസ്യൂംഡ് മീനായിട്ട് നമ്മൾ 50യെ കൺസിഡർ ചെയ്തു. സോ 50യുടെ നേർക്ക് നമ്മൾ എ കൊടുത്തു. ഇപ്പോൾ 50 തന്നെ കൺസിഡർ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഏതൊരു മീൻ മാർക്സിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? അസ്യൂംഡ് മീനായിട്ട് ഇതിലെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ 50 എടുത്തിരിക്കുന്നു.
സോ 50 നമ്മൾ അസ്യൂംഡ് മീൻ ആയിട്ട് കണക്കാക്കി. ദെൻ നെക്സ്റ്റ് കോളത്തിൽ എന്താണ്, ഡീവിയേഷൻസ് കാണുക അല്ലേ, ഓരോ വേരിയബിളും അസ്യൂംഡ് മീനിൽ നിന്നുമുള്ള ഡീവിയേഷൻസ്. സോ ഡി ഈക്വൽ ടു എക്സ് മൈനസ് എ. എക്സ് എന്ന് പറയുന്നത് എന്താണ്, 85. 85 മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്, 50. അപ്പോൾ എന്ത് വരും, 85 മൈനസ് 50 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ എന്താ വരുന്നത്, +35. അടുത്ത റോ എന്താണ്, 60 വരുമ്പം 60 മൈനസ് എ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്ത് വരും, 60 മൈനസ് 50 കറസ്പോണ്ടിങ് 10. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്നിൻ്റെയും ഡീവിയേഷൻസ് കണ്ടു. ദെൻ നെക്സ്റ്റ് നമുക്കിനി എന്താണ് കാണേണ്ടത്, ഡി ഡാഷ് കാണുന്നത് എങ്ങനെയാണെന്നാണ് പഠിച്ചേ, എക്സ് മൈനസ് എ ഡിവൈഡഡ് ബൈ സി. സി എന്താണ്, കോമൺ ഫാക്ടർ. അപ്പോൾ ഫസ്റ്റ് നോക്കണം, ഡി ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ടേബിൾ, ദാറ്റ് ഈസ് ഡി ഈക്വൽ ടു എക്സ് മൈനസ് എ എന്ന് പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളം വേണം ശ്രദ്ധിക്കാൻ. അതിൻ്റെ അകത്ത് കോമൺ ഫാക്ടറായിട്ട് എടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു ഡിജിറ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ഡി കൊടുത്തിരിക്കുന്നത്, 35, 10, 25, 5, -10, +5, +20, -5, +15 അല്ലേ. ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5ൻ്റെ ടേബിൾ വരുന്നതാണ്. സോ 5നെ നമുക്ക് എന്തായിട്ട് എടുക്കാം, ഒരു കോമൺ ഫാക്ടറായിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഡീവിയേഷൻ ടേബിൾ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ആ ഡീവിയേഷൻ ടേബിളിൽ ഒരു കോമൺ ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, ആ കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ കോമൺ ഫാക്ടർ കൊണ്ട് വേണം ഈ ഡീവിയേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി. അതാണ് നെക്സ്റ്റ് കോളം. അപ്പോൾ എന്ത് വരും, ഡി ഡാഷ് ഈക്വൽ ടു എക്സ് മൈനസ് എ ബൈ സി. സി നമ്മൾ 5 ആയിട്ട് എടുത്തു. അപ്പോൾ എന്തുവരും, ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ നോക്കിക്കേ, 35 ഡീവിയേഷൻ ഡിയിൽ 35 അല്ലേ, 35/5 എന്ന് പറയുന്നത് എന്താ, 7. കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, 7. അടുത്ത് നോക്കിയാൽ 10/5 ദാറ്റ് ഈസ് 2. ദെൻ അടുത്ത് തേർഡ് കോളം 0 ആണ്, സോ 0 വരും. 25/5 ആൻസർ എന്ത് വന്നു, 5. അടുത്ത എന്താ, 5/5 ദാറ്റ് ഈസ് 1. അടുത്ത എന്താ, -10/5. -10/5 എന്ന് പറയുമ്പോൾ -2. +5/5 ദാറ്റ് ഈസ് 1. അടുത്ത എന്താ, +20/5 ദാറ്റ് ഈസ് 4. -5/5 ദാറ്റ് ഈസ് -1. +15/5 ദാറ്റ് ഈസ് 3. അപ്പോൾ എന്ത് കിട്ടി, ഡി ഡാഷ്, ഓരോന്നിൻ്റെയും ഡി ഡാഷ് നമുക്ക് കിട്ടി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സമ്മേഷൻ ഓഫ് ഡി ഡാഷ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സം കാണണം. അപ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ആദ്യം മുതൽ നമ്മൾ സം ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരും, 7 + 2 + 5 + 1 + -2 + 1 + 4 + -1 + 3 ദാറ്റ് ഈസ് 20. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, സമ്മേഷൻ ഓഫ് ഡി ഡാഷ് എന്ന് പറയുന്നത് 20 കിട്ടി. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, സമ്മേഷൻ ഓഫ് ഡി ഡാഷ് കിട്ടി, അസ്യൂംഡ് മീൻ അറിയാം, നമ്പർ ഓഫ് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ്, ടോട്ടൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ 10 ആണ് കിട്ടി. ദെൻ ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വന്നു, അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു എ പ്ലസ് സമ്മേഷൻ ഓഫ് ഡി ഡാഷ് ബൈ n ഇൻറ്റു സി. ഓക്കെ, അപ്പം അസ്യൂംഡ് മീനായ എ 50 പ്ലസ് സമ്മേഷൻ ഓഫ് ഡി ഡാഷ് കിട്ടി 20 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ഐറ്റംസ് ദാറ്റ് ഈസ് 10 ഇൻറ്റു അടുത്ത എന്താ എടുത്തത്, കോമൺ ഫാക്ടറായ 5. അപ്പോൾ എന്തെന്നു, 50 + 20/10 ഇൻറ്റു 5 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 60 മാർക്സ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് ചെയ്തു, ഷോർട്ട് മെത്തേഡ് ചെയ്തു, ദെൻ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കണം, സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡാണ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു ഡീവിയേഷൻ ചെയ്യുമ്പോൾ അതിന് കോമൺ ഫാക്ടർ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്റ്റെപ്പ് ഡീവിയേഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്തോണം, എന്നെ വിളിച്ച് ചോദിച്ചോണം. ഓക്കെ, then move to the next section, that is discrete series. എന്താണ് discrete series? Okay, discrete series പറയുന്നത് എന്താണ്, in case of discrete series values of variable shows the repetitions, that is frequencies are given corresponding to different values of variables. അതായത് ഇവിടെ discrete series എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് വേരിയബിൾസിനനുസരിച്ച് ഫ്രീക്വൻസീസ് കൊടുക്കും. മനസ്സിലായോ? ഫ്രീക്വൻസീസ് ആർ ഗിവൺ കറസ്പോണ്ടിങ് ടു ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വേരിയബിൾ. ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വൻസീസ് കൊടുക്കും. നമ്മൾ ഗ്രാഫ് വരച്ചപ്പോൾ നമ്മൾ പഠിച്ചു, ഫ്രീക്വൻസീസും പഠിച്ചു, ഫ്രീക്വൻസി വന്നിട്ട് എങ്ങനെ പഠിക്കുന്നതെന്ന് പഠിച്ചില്ലേ? എന്ന് പറയുന്നത് പോലെ ഡിഫറെൻറ്റ് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഫ്രീക്വൻസീസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കും.
ഓക്കെ, അപ്പം എങ്ങനെയാണ് ഇനി ഡിസ്ക്രീറ്റ് സീരീസിൽ ഒരു ഡയറക്റ്റ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇനി n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സം ടോട്ടൽ ഓഫ് ഫ്രീക്വൻസീസ്. n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്, അതാണ് n. അതിന് നമുക്ക് അതിനെ എന്തായിട്ട് എടുക്കാം? സമ്മേഷൻ ഓഫ് എഫ് എന്ന് പറയാം. സമ്മേഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഫുൾ സം ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് കിട്ടുന്നത്. എന്നാൽ നേരത്തെ കേസിൽ എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? ഡയറക്റ്റ് ഒരു വാല്യൂ കാണത്തുള്ളൂ അല്ലേ? അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പോൾ 10 സ്റ്റുഡൻസ് പറഞ്ഞാൽ 10 സ്റ്റുഡൻസിൻ്റെ ഡയറക്റ്റായിട്ട് അവിടെ മാർക്സ് കൊടുക്കുക. മനസ്സിലായോ? ഇനി ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ആണ് ഇവിടെ. അതായത് 20 മാർക്സുള്ള ഇത്ര സ്റ്റുഡൻസ്, 50 മാർക്സുള്ള ഇത്ര സ്റ്റുഡൻസ്, ആ രീതിയിലേക്ക് വരുമ്പോഴാണ്, അതായത് ഡിഫറെൻറ്റ് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് കൊടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ വരുന്ന കേസിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസിൽ ഡയറക്റ്റ് മെത്തേഡും ഷോർട്ട് മെത്തേഡും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് ഇനി നോക്കുന്നത്. ഓക്കെ, അപ്പം ഡിസ്ക്രീറ്റ് സീരീസ് പോലെയുള്ള എക്സാമ്പിൾസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യുന്നത്? അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എഫ് എക്സ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് എഫ്. സമ്മേഷൻ ഓഫ് എഫ് എക്സ് എന്ന് പറയുന്നത് സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് വേരിയബിൾ വിത്ത് ദ റെസ്പെക്റ്റീവ് ഫ്രീക്വൻസീസ്. അതായത് അതിൻ്റെ വേരിയബിളും അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും കൂടെ പ്രോഡക്റ്റ് എടുക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? സമ്മേഷൻ ഓഫ് എഫ് എക്സ് ഈക്വൽ ടു സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് വേരിയബിൾ വിത്ത് ദ റെസ്പെക്റ്റീവ് ഫ്രീക്വൻസീസ്. കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസും വേരിയബിളും തമ്മിൽ ആദ്യം പ്രോഡക്റ്റ് എടുത്ത് ഓരോന്നും എഴുതുന്നു. ദെൻ എഗെയിൻ ഇതെല്ലാം കൂടെ നമ്മൾ സം ചെയ്യുന്നു. ഓക്കെ, ഇനി സമ്മേഷൻ ഓഫ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. അതിൽ ഫ്രീക്വൻസീസിൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടെന്നുള്ളതാണ് സമ്മേഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, അപ്പോഴാണ് കുറച്ചുകൂടെ ക്ലിയർ ആവുക. ഓക്കെ, അപ്പോൾ എക്സാമ്പിളിൻ്റെ അകത്ത് എന്താ പറഞ്ഞാൽ? ഫ്രം ദ ഫോളോയിങ് ഡേറ്റ ഓഫ് ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ബൈ 60 സ്റ്റുഡൻസ് ഓഫ് എ ക്ലാസ്. ഒരു ക്ലാസ്സിൽ 60 സ്റ്റുഡൻസിൻ്റെ മാർക്സ് ആണ് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ ആവറേജ് മാർക്സ് ബൈ ദ ഡയറക്റ്റ് മെത്തേഡ്. അതിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്ത് അതിൻ്റെ ആവറേജ് മാർക്സ് കാണണം. ക്ലിയർ ആയോ? അപ്പോൾ മാർക്സും തന്നു, നമ്പർ ഓഫ് സ്റ്റുഡൻസും തന്നു. മാർക്സ് എന്താണ്? 20, 30, 40, 50, 60, 70 ഉണ്ട്. 20 കിട്ടിയത് എത്ര സ്റ്റുഡൻസിന്? 8 സ്റ്റുഡൻസിന്. 30 മാർക്സ് കിട്ടിയത് 12 സ്റ്റുഡൻസിന്. 40 കിട്ടിയത് 20. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് പോകുന്നു. അപ്പം ഇത് നമുക്ക് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും? ഇത് ഒരു ഡിസ്ക്രീറ്റ് സീരീസ് മെത്തേഡാണ് അല്ലേ? അപ്പം ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ ഡയറക്റ്റ് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ടാബുലർ കോളം വരയ്ക്കണം, മാർക്സ് എഴുതണം, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതണം, സമ്മേഷൻ ഓഫ് എഫ് എക്സ് കണ്ടെത്തണം, സമ്മേഷൻ ഓഫ് എഫ് കാണണം അല്ലേ? അപ്പം ഫസ്റ്റ് നമ്മൾ ടാബുലർ കോളം വരയ്ക്കുന്നു. ഫസ്റ്റ് നമ്മൾ ആദ്യം എന്ത് എഴുതി? മാർക്സ് എഴുതി. മാർക്സ് നമ്മൾ എക്സ് ആയിട്ട് കൊടുത്തു. അടുത്തത് എന്ത് കൊടുത്തു? നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊടുത്തു. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഫ്. നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എഴുതി, എഫ് ഫ്രീക്വൻസീസ് എഴുതി അല്ലേ? അപ്പോൾ ആദ്യത്തെ 20 മാർക്സിൻ്റെ കറസ്പോണ്ടിങ് 8 ആയിരുന്നു, 30 മാർക്സിൻ്റെ 12 ആയിരുന്നു, 40 മാർക്ക് 20, 50 മാർക്ക് 10, 60, 6, 74. അപ്പോൾ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എഴുതി. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? സമ്മേഷൻ ഓഫ് എഫ് കാണണം. സമ്മേഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമ്മൾ സം ചെയ്യുന്നു. അപ്പം 8 + 12 + 20 + 10 + 6 + 4. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സമ്മേഷൻ ഓഫ് എഫ് എന്ന് പറയുന്നത് 60 കിട്ടി. ദെൻ അടുത്ത് നമുക്ക് എന്താ കണ്ടത്? സമ്മേഷൻ ഓഫ് എഫ് ഇൻറ്റു എക്സ് കാണണം. അപ്പോൾ അതിന് മുമ്പ് ആദ്യം എന്ത് കാണണം? എഫ് ഇൻറ്റു എക്സ് കാണണം. എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീക്വൻസി നമുക്ക് തന്നിരിക്കുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് അല്ലേ? അത് എന്തുമായിട്ട് പ്രോഡക്റ്റ് ചെയ്യണം? കറസ്പോണ്ടിങ് അതിൻ്റെ മാർക്സുമായിട്ട് അല്ലേ? വാല്യൂസ് ഓഫ് വേരിയബിൾസിൻ്റെ വാല്യൂവുമായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുന്നു? എഫ് എക്സ് കാണുന്നു. നെക്സ്റ്റ് അപ്പോൾ എന്ത് വരും? 20 × 8 മാർക്സ് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രീക്വൻസീസ്. ഓക്കെ, അപ്പം 20 × 8 160, 30 × 12 360, 40 × 20 800, 50 × 10 500, 60 × 6 360, 70 × 4 280. ദെൻ നമ്മൾ എന്ത് കാണുന്നു? സമ്മേഷൻ ഓഫ് എഫ് എക്സ് കാണുന്നു. അപ്പോൾ സമ്മേഷൻ ഓഫ് എഫ് എക്സ് എന്ന് പറയുന്നത് ഈ എഫ് എക്സ് കണ്ടതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു? സം ചെയ്യുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 2460. ദെൻ ഡയറക്റ്റ്ലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അരിത്തമെറ്റിക് മീൻ
equal to summation of fx by summation of f, which is equal to 2460 divided by 60, which is equal to 41 marks. മനസ്സിലായോ? അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസ് പോലാണ് തരുന്നതെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് കാണാൻ പറഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എഫ് എക്സ് ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് എഫ്. ഓക്കെ, രണ്ട് മെത്തേഡ് പഠിപ്പിച്ചു. രണ്ടിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും വിളിച്ച് ചോദിക്കണം. ഓക്കെ സ്റ്റുഡൻസ്, താങ്ക് യു.